ഫിലിം ഗാരേജിലേക്ക് ഒരുക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ ആ സിനിമയുടെ 2 ഞായറാഴ്ചകൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ സിനിമയുടെ ഏറ്റവും പുതിയ കേരള കളക്ഷൻ അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. 11 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ട എമ്പുരാൻ എന്ന സിനിമ ഇപ്പോഴത്തെ പ്രതീക്ഷിച്ചതുപോലെ 80 കോടിയിലധികം കേരള ഗ്രോസ് കളക്ഷൻ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 250 കോടിയിലേറെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ കേരളത്തിൽ മാത്രമാണ് ഇപ്പോഴത്തെ ഞായറാഴ്ച കളക്ഷനോടെ 80 കോടി കളക്ഷൻ പിന്നിട്ടിരിക്കുന്നത്. അങ്ങനെ എമ്പുരാൻ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേട്ടം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ലാലേട്ടനെ സംബന്ധിച്ച് കേരള ബോക്സ് ഓഫീസിലെ 80 കോടി ഇത് ആദ്യമായിട്ടല്ല. ഇതിനു മുന്നേ പുലിമുരുകൻ എന്ന സിനിമ എമ്പുരാനേക്കാൾ വലിയ തിയേറ്റർ തരംഗമായി മാറിയ സിനിമ 2016 നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ 80 കോടി കളക്ഷൻ കടന്നിരുന്നു. അപ്പോൾ ലാലേട്ടന്റെ കരിയറിലെ രണ്ടാമത്തെ 80 കോടിയിലധികം കേരള ഗ്രോസ് പിന്നിടുന്ന സിനിമ കൂടിയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ കേരള ബോക്സ് ഓഫീസിൽ 3 സിനിമകൾ മാത്രമേ 80 കോടി കളക്ഷൻ പിന്നിട്ടിട്ടുള്ളൂ. അതിൽ ആദ്യത്തെ 80 കോടി 2016 പുലിമുരുകൻ എന്ന ലാലേട്ടൻ സിനിമയിലൂടെ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ 80 കോടിയിലധികം കളക്ഷൻ കടന്നത് 2018 എന്ന 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയിലൂടെയാണ്. ഇപ്പോഴത്തെ മൂന്നാമത്തെ 80 കോടി കളക്ഷൻ ഈ 2025 വർഷം എമ്പുരാനിലൂടെ കേരള ബോക്സ് ഓഫീസ് കണ്ടിരിക്കുകയാണ്. അങ്ങനെ മലയാളത്തിലെ പല പ്രമുഖ സിനിമകൾക്കും പ്രമുഖ നടന്മാരുടെ സിനിമകൾക്കും സ്വപ്നം കാണാവുന്നതിലും അപ്പുറമുള്ള നേട്ടത്തിലേക്ക് ലാലേട്ടൻ ഇതിനോടൊപ്പം തന്നെ എമ്പുരാൻ എന്ന ഒരൊറ്റ സിനിമയിലൂടെ എത്തപ്പെടുന്ന കാഴ്ചയാണ് വീണ്ടും കാണുന്നത്. കേരള ബോക്സ് ഓഫീസിൽ 80 കോടി രൂപ പോയിട്ട് 50 കോടി കളക്ഷൻ നേടിയെടുക്കാനായിട്ട് പെടാപ്പാടുപെടുന്ന പ്രമുഖരെയെല്ലാം തന്നെ നിങ്ങൾക്ക് തന്നെ അറിവുള്ളതാണ്. ഞാനായിട്ട് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ ലാലേട്ടൻ രണ്ടാമതൊരിക്കൽ കൂടി 80 കോടിയിലധികം കളക്ഷൻ കണ്ടിരിക്കുന്നു. ഇനിയും ഒരുപാട് സിനിമകളിലൂടെ ലാലേട്ടൻ 80 കോടിയിലധികം കളക്ഷൻ കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. കാത്തിരിക്കൂ, അതിനനുയോജ്യമായ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കാണുവാനായിട്ട്.